നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടയം അനശ്വര തിയേറ്ററിലാണ്. ഇവിടെ കുറച്ച് ദിവസങ്ങളായി കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 20 തുടങ്ങിയ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ അവസാന ദിവസം 26-നാണ്. ഇന്ന് 5-മത്തെ ദിവസമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് ഇന്ത്യനും ഫോറിനും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല ചലച്ചിത്രങ്ങൾ ഇവിടെ പ്രദർശനത്തിനെത്തിയിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം പ്രദർശനത്തിനെത്തിയ ഒരു ചിത്രമായിരുന്നു നിഴലാഴം. പുതുമുഖ സംവിധായകനായിട്ടുള്ള രാഹുൽ രാജ് സംവിധാനം ചെയ്ത നിഴൽക്കൂത്ത് അല്ലെങ്കിൽ തോൽപ്പാവക്കൂത്ത് എന്നൊക്കെ പറയുന്ന അന്യം നിന്നു പോകുന്ന ഒരു കലാരൂപത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ഒരു പുതുമുഖ സംവിധായകൻ ഈ ഒരു ചിത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതും വളരെ മനോഹരമായിട്ട് തന്നെ. അപ്പോൾ ഈ ചിത്രം കണ്ടിറങ്ങിയവർക്കൊക്കെ ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ഈ ഒരു ഫിലിമിനെ കുറിച്ചും ഉള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം. നിഴലാഴം എന്ന സിനിമ കോട്ടയം ഫിലിം ഫെസ്റ്റിവലിൽ ഇന്നലെ കളിച്ചിരുന്നു. അത് ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ്. വളരെ മികച്ചൊരു റെസ്പോൺസ് ആയിരുന്നു ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമ്മൾ സ്ക്രീനിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു മികച്ച കാണികളെ കിട്ടുക എന്നുള്ളത് ഏതൊരു ഫിലിം മേക്കറിൻ്റെയും ഭാഗ്യമാണ്. ആ രീതിയിൽ കോട്ടയം ഫിലിം ഫെസ്റ്റിവലിലെ നിഴലാഴത്തിൻ്റെ ആദ്യത്തെ ഷോ എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആയെന്ന് തന്നെ വേണം തോന്നുന്നത്. ഉദ്ദേശിച്ച ഒരു തീം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അത് കാരണം ആ തോൽപ്പാവക്കൂത്തിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റുമായിട്ടാണ് നിഴലാഴം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചേറെ എഡ്യൂക്കേഷണലായിട്ടുള്ള എലമെൻസും കൂടി സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഡിയൻസ് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അത് ഒരു ഫിക്ഷനിനപ്പുറത്തേക്ക് നമ്മൾ ആ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഡോക്യുമെൻ്ററിയുടെ തലത്തിലോട്ടൊക്കെ മാറാവുന്നൊരു ചെറിയ നൂൽപ്പാലമാണ്. അപ്പോൾ അതിലൂടെയാണ് സിനിമ സഞ്ചരിച്ചത്. അപ്പോൾ അത് സേഫായിട്ട് ലാൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. ബേസിക്കലി എൻ്റെ ഒറിജിൻ പാലക്കാട് തന്നെയാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, ഈ ഗ്രാമങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. IFK പോലുള്ള വേദികളിൽ, പുറത്തുള്ള പലതരം വേദികളിൽ മാത്രമാണ് ഞാൻ തോൽപ്പാവക്കൂത്ത് കണ്ടിട്ടുള്ളത്. ആ സമയത്ത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ തോൽപ്പാവകളുടെ നിഴലുകൾ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എലമെന്റിൽ നിന്നാണ് ഇതിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ഇത്തരം ഒരു മേഖലയിൽ ഇത്രയും വലിയ സീനിയർ ആയിട്ടുള്ള സംവിധായകർ, ലോക ഫിലിം ഫെസ്റ്റിവലുകളിൽ അവരവരുടെ സിനിമകൾ കൊണ്ടുപോയിട്ടുള്ള സംവിധായകർ നമ്മുടെ കോട്ടയം ഫിലിം ഫെസ്റ്റിവലിലുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ ഈ സിനിമ നമ്മൾ പ്രദർശിപ്പിച്ചപ്പോൾ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു, എന്തായിരിക്കാം അവർ പറയുന്നത് എന്നുള്ളത്. പക്ഷേ സിനിമ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ്, അവരിലും തന്ന ഫീഡ്ബാക്ക് നമുക്ക് ശരിക്കും എൻകറേജിങ് ആണ് മുന്നോട്ട് പോകാനായിട്ട്. നിഴലാഴം രാഹുൽ രാജിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ആ പേര് പോലെ തന്നെ നിഴൽ അല്ലെങ്കിൽ തോൽപ്പാവക്കൂത്തിൻ്റെ നിഴലുകൾ നമ്മളെ സ്പർശിക്കും. ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയാണെന്ന് ഒരിക്കലും പറയില്ല. അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു അറ്റംപ്റ്റാണ്. നിഴലാഴം പോലെ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലോട്ട് പതിക്കും അതിൻ്റെ തോൽപ്പാവക്കൂത്തിൻ്റെ നിഴലുകളും. അതൊരു വലിയൊരു ആർട്ടാണ്. അത് നമ്മളിൽ നിന്ന് പോകാതിരിക്കാൻ അതിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവർ ശ്രമിച്ചിട്ടുള്ള ഒരു കഥാതന്തുവും ഏതാണ്ട് അതിനോട് സമാനമാണ്. അപ്പോൾ നല്ലൊരു പ്രമേയം, നല്ല പശ്ചാത്തലം, അതുപോലെ തന്നെ നല്ല അവതരണ രീതി, ഇതൊക്കെ ഒരു പുതുമുഖ സംവിധായകൻ്റെ എല്ലാ കഴിവുകളും നമുക്ക് പ്രകടമാണ് ഈ സിനിമയിൽ. നിഴലാഴം രാഹുൽ രാജ് സംവിധാനം ചെയ്ത ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരുന്നതാണ്. അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമ. അന്യം നിന്ന് പോകുന്ന തോൽപ്പാവക്കൂത്തെന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ തനത് സംസ്കാരത്തിൽപ്പെട്ട ഒരു കലാരൂപം വീണ്ടും തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് രാഹുൽ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ഡോക്യുമെൻ്ററി ആയി പോകാവുന്ന ഈ സിനിമ അദ്ദേഹം അത് വളരെ മനോഹരമായ ഒരു ഫിക്ഷനായിട്ട് തന്നെ ചെയ്തു. ഈ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ എല്ലാ വശങ്ങളും മനുഷ്യരിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ അതിനകത്തൂടെ ഒരു കഥ, ആ തോൽപ്പാവക്കൂത്ത് ചെയ്യുന്ന ആളുകളുടെ ജീവിതം കൂടി അതിനകത്ത് പകർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റിങ് അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം തീപ്പന്തവും ചിരാതും ഒക്കെ ഉപയോഗിച്ചാണ് ഈ തോൽപ്പാവക്കൂത്ത് സാധാരണ ചെയ്യാറുള്ളത്. അതിലേക്ക് നമ്മൾ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ സാധാരണ പാളിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള യാതൊരു പാളിച്ചയില്ലാതെ അതിമനോഹരമായിട്ടത് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ അതിൽ ഓരോ ആർട്ടിസ്റ്റുകളും നമുക്ക് ഇത് ആർട്ടിസ്റ്റുകളാണോ അതോ ഇതിനകത്ത് ഒറിജിനലി തോൽപ്പാവക്കൂത്ത് ചെയ്യുന്ന ആളുകളാണോ എന്ന് സംശയം തോന്നും. അതുപോലെയാണ് അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫിക്ഷൻ സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ പ്രദേശം, അത് സാധാരണ മുഴുവൻ രാത്രിയാണ്. അപ്പോൾ ഈ രാത്രികളിൽ പലതും കഷ്ടപ്പെട്ടെടുത്തിരിക്കുന്നതാണെന്ന് കണ്ടാൽ അറിയാം. നിളാ നദിയുടെ തീരത്ത് ചെയ്തിരിക്കുന്ന മനോഹരമായ ചില വിഷ്വൽസ്. എന്തുകൊണ്ടും ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ എവിടെയും കാണിക്കാവുന്ന സിനിമയാണ്. രാഹുലിനും നിഴലാടിൻ്റെ എല്ലാ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും എൻ്റെ ആശംസകൾ. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയിലെ പാക്കേജുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കോട്ടയം ഫിലിം ഹെറിറ്റേജ് എന്നുള്ള ഒരു പാക്കേജ്. അപ്പോൾ അതിനകത്ത് 7 സിനിമകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോട്ടയത്തു നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകർ തയ്യാറാക്കിയിട്ടുള്ള പുതിയ സിനിമകൾ എന്ന നിലയിൽ 7 സിനിമകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലൊരു സിനിമയാണ് നിഴലാഴം. നിഴലാഴത്തെ സംബന്ധിച്ചുള്ള എൻ്റെ അറിവ് അതിൻ്റെ ഒരു പ്രീമിയർ ആണ് ഇന്നലെ ഇവിടെ നടന്നിരുന്നതാണ്. പക്ഷേ അത് പ്രേക്ഷകർ വളരെ നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന ഒരു പ്രാചീന കലാരൂപത്തിൻ്റെ ഒരു സർവൈവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതൊരു കലാപരമായ മികവ് പുലർത്തുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും കൂടുതൽ ഫിലിം ഫെസ്റ്റിവലുകളിലും അവാർഡുകളിലുമൊക്കെ അംഗീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ്. അത്തരത്തിലുള്ളൊരു സിനിമ നമ്മുടെ മേളയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമായിട്ട് കാണുന്നു. ആ തരത്തിൽ ആ സിനിമയെ പ്രേക്ഷകർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഇന്നലെ ആ സിനിമയ്ക്ക് ശേഷം നടന്ന ഡയറക്ടറുമായിട്ട് നടന്നുള്ള ക്യൂആൻഡിയിൽ പ്രേക്ഷകരെല്ലാം തന്നെ ആ സിനിമയെ മുക്താണ്ടം പ്രശംസിക്കുന്ന ഒരു രീതി കണ്ടു. തീർച്ചയായിട്ടും ഒരു ചലച്ചിത്രമേളയെ സംബന്ധിച്ചിടത്തോളം അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സിനിമകൾ പ്രേക്ഷകർ ആസ്വദിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ നിഴലാഴം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രീമിയർ കഴിഞ്ഞിട്ട് ഇനി അത് കൂടുതൽ മേളകളിലേക്ക് പങ്കെടുക്കുകയും കൂടുതൽ പുരസ്കാരങ്ങൾക്ക് സാധ്യതയും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ ആ സിനിമയ്ക്ക് വലിയൊരു ഭാവി ആശംസിക്കുന്നു. തോൽപ്പാവക്കൂത്ത് പോലെ ഇതുപോലെ ഉള്ള അപൂർവമായിട്ടുള്ള കലകൾ അത് അതത്ര എളുപ്പമല്ല. ഒരു 2 മണിക്കൂർ നേരത്തിലേക്ക് അതിനെ സ്വാംശീകരിച്ച് ചിത്രീകരിക്കുന്നത് അത്ര ഒരു എളുപ്പമായിട്ടുള്ള കാര്യമില്ല. പക്ഷെ അതിൻ്റെ പുറകിൽ രാഹുൽ എടുത്തുള്ള എഫർട്ട്, രാഹുൽ മാത്രമല്ല എൻ്റെ ക്രൂ മെമ്പേഴ്സും കൂടി എടുത്തുള്ള എഫർട്ട് അത് അപ്രീഷിയബിൾ ആണ്. ഇനിയും രാഹുലിന് ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടാവട്ടെ. രാഹുലിന് എല്ലാവിധ ആശംസകളും. കേരളത്തിൻ്റെ പൈതൃകത്തെ എടുത്തു കാണിക്കുന്നൊരു മികച്ച ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഓരോ അഭിനേതാക്കളും ഏറ്റവും മനോഹരമായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലൊക്കേഷൻസ് ആണെങ്കിലും അതിൻ്റെ ക്യാമറയും ലൈറ്റിങ്സും ഒക്കെ സൂപ്പറായിരുന്നു. ഏറ്റവും മനോഹരമായൊരു നല്ല കേരളീയ തനിമയുള്ളൊരു സിനിമ കണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ സിനിമ കാണണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. ഞാൻ കണ്ടിരുന്നു. നല്ല കൈയടക്കത്തോടെ കൂടി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ ആണ് നിഴലാഴം. പ്രത്യേകിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലാ രൂപം ഇത് ചലച്ചിത്രമാകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരം കലാകാരന്മാരും നമുക്കിടയിൽ വിരളമായിരിക്കുകയാണ്. അപ്പം ഇത്തരം കലകൾ നശിച്ചു പോകുന്ന കലകളെ ഭാവി തലമുറയിലേക്ക് ഓർമ്മപ്പെടുത്തലാണ് നിഴലാളം എന്ന സിനിമ. സംവിധായകൻ്റെ സംഭാവന വളരെയധികം പ്രശംസനീയമാണ്. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പടം കണ്ടത്. അപ്പോൾ അതിനകത്ത് ഭയങ്കര ഒരു റിസർച്ച് ചെയ്ത് നമ്മളെ നിന്ന് പോകുന്ന കലേനെ എങ്ങനെ ഓഡിയൻസിലോട്ട് മാക്സിമം എത്തിക്കുക എന്നുള്ള രീതിയിൽ ഈ സിനിമ ഒരു വിജയം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഫെസ്റ്റിവലിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ ഓഡിയൻസിലോട്ട് എത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. തോൽപ്പാവക്കൂത്തിന് എന്താ പറയുക, ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ അതിനൊരു അടുത്തൊരു പടി എന്നുള്ള രീതിയിൽ ആ സിനിമ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. മറ്റ് ഫെസ്റ്റിവലുകളിലും അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സർക്കിളിൽ ശ്രദ്ധേയമാകപ്പെടേണ്ട ഒരു സിനിമ കൂടിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് രാഹുലിനെ പേഴ്സണലായിട്ട് അറിയും. അദ്ദേഹം അതിന് മാത്രം സിനിമയ്ക്ക് വേണ്ടി എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നൊരു കാര്യം കൃത്യമായിട്ട് അറിയാവുന്നൊരു വ്യക്തി കൂടിയാണ്. നിഴലാഴം മറ്റ് വ്യക്തികൾ ഫെസ്റ്റിവൽസിലും മറ്റ് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.